തുല്ലാബി അസ്സാം വലൈക്കും വറഹമത്തല്ലാഹി വബർക്കാത്തു. നമ്മൾ 3-ാം ക്ലാസ്സിന്റെ ഓണപരീക്ഷ ചോദ്യപേപ്പർ അതിന്റെ ഡീറ്റെയിൽ ആയുള്ള ആൻസറുകൾ നമുക്ക് നോക്കിയാലോ? വളരെ എളുപ്പമായിരുന്നല്ലേ പരീക്ഷ? നമുക്ക് നോക്കാം. ഒന്നാമത്തെ പ്രവർത്തനം എന്തായാലും നമുക്ക് എത്ര പ്രവർത്തനം ഉണ്ടായിരുന്നു? 5 പ്രവർത്തനം അല്ലേ അവിടെ കൊടുത്തിട്ടുണ്ട്. ഓരോ പ്രവർത്തനമായി നോക്കാം. ഒന്നാമത്തെ എന്തായിരുന്നു? നുക്കുമിലിൽ ബയാൻ. എന്താണ് നുക്കുമിലിൽ ബയാൻ? ബയാൻ പൂർത്തിയാക്കാം. ജറത്ത് ഹഫ്ലത്തുൻ അദബിയ ഫിസഫ്. ക്ലാസ്സിലൊരു സാഹിത്യ പരിപാടി നടന്നു. അയ്യനൽ മുദരിസുലി കുല്ലി താലിബിൻ ബറാമിജ് മുഖ്തലിഫ. എല്ലാ കുട്ടിക്കും ഓരോ പരിപാടി കൊടുത്തു. വഅലനഹ അമാമ തുല്ലാബ്. കുട്ടികൾക്ക് മുമ്പിൽ എന്താണ് അവരാരൊക്കെയെന്ന് പറഞ്ഞു. വഖാല. അപ്പോ അധ്യാപകൻ പറഞ്ഞു, യാ മുഹമ്മദേ അൻത, നീ എന്താണ്? കാത്തിബാണോ കാത്തിബത്താണോ? അൻതി ആയതുകൊണ്ട് എന്ത് വേണം? കാത്തിബ് ബോയാണ് അല്ലേ? കാത്തിബാണ് നമുക്ക് ഉത്തരമായിട്ട് കൊടുക്കേണ്ടത് അല്ലേ? കാത്തിബ്. അടുത്ത യാ സൈനബ്. സൈനബേ ഡാഷ് നാഷിദ് നാഷിദത്ത്. നീ പാട്ടുകാരിയാണെന്ന് പറഞ്ഞിട്ടുണ്ടാവും. അപ്പൊ നീ എന്ന് പറയാ നമ്മൾ എന്ത് കൊടുക്കണം? അൻതി അല്ലെ? ഗേള സൈനബ് ആയതുകൊണ്ട് നമുക്ക് അൻതി എന്ന് ചേർക്കാം. അൻതി നാഷിദത്തുൻ ഇത്ര എഴുതാം കേട്ടോ. യാ റാഷിദ്. റാഷിദേ ഡാഷ് കാരി. നീ ആരാണ്? വായനക്കാരനാണ്. അപ്പൊ അൻത അല്ലേ? അൻത കാരി. യാ ഹബീബ. ഹബീബെ പെൺകുട്ടിയാണല്ലേ? റാഖിസ. നീ ഡാൻസുകാരിയാണ് അല്ലേ? അപ്പൊ അൻതി ഗേളായതുകൊണ്ട് അൻതി കൊടുക്കണം. ഓക്കെ, അത്രയാണ് അത് ചെയ്യേണ്ടത്. ഇനി നെസിൽ വനക്തു. എന്താണ്? മാച്ച് ചെയ്തിട്ട് എഴുതണം. എങ്ങനെ എഴുതണം? ഇവിടെ അൻതിയുണ്ട് അൻതിയുമുണ്ട്. അൻത ആരിലേക്ക് ചേർക്കാം അല്ലെ? അൻത ആരാ? ബോയാണ് അല്ലെ? ബോയായ വാക്കുകളേക്കെതിരെ നാഷിദ് അല്ലെ? സ്വാദിഖ്. അൻതിയോ ഗേളുകൾക്ക്. അൻതി ഫാത്തിമ. അൻതി കാത്തിബത്ത് അല്ലെ? അൻതി സൽമ. എന്നിട്ട് അതിവിടെ എഴുതണം. എങ്ങനെ എഴുതണം? അൻത അല്ലെ? എങ്ങനെ എഴുതണം? ആദ്യം ഇവിടെ അൻത അതിവിടെ എഴുതണം കേട്ടോ. അൻതയുടെ കൂടെ ആരെ എഴുതണ്ടേ നമുക്ക്? നാഷിദ്. ഓക്കെ, അപ്പൊ അൻതി നാഷിദ് ഇവിടെ എഴുതിയില്ലേ നമ്മള്. ഇനി അൻത സ്വാദിഖ് അതിവിടെ എഴുതണം. പിന്നെ അൻതി സൽമ ഇവിടെ എഴുതണം. അൻതി കാത്തിബത്ത് ഇവിടെ എഴുതണം. അൻതി ഫാത്തിമത്ത് ഇവിടെ എഴുതണം. ഓക്കെ, സിമ്പിൾ അല്ലേ? സിമ്പിൾ അല്ലേ? നമുക്ക് അടുത്ത പ്രവർത്തനം രണ്ടാമത്തെ നുറത്തിബുൽ ബയാൻ ഹസബസ് സുവർ. നുറത്തിബുൽ ബയാൻ ഹസബസ് സുവർ. ഇവിടെ ഒരു ബയാൻ നൽകിയിട്ടുണ്ട്. അത് എന്ത് ചെയ്യണം? ചിത്രത്തിനനുസരിച്ച് ചെയ്യണം. ദഹബ അർജുൻ ഇലൽ മദ്രസ. അർജുൻ മദ്രസയ്ക്ക് പോയി. അഹദ അർജുൻ റൂബിയ. അർജുൻ പൈസ എടുത്തു. അയത്ത അർജുൻ റൂബിയ ലിൽ മുദരിസ്. അർജുൻ റൂപിയ അധ്യാപകന് കൊടുത്തു. വജദ അർജുൻ ഫി ത്വരീക്ക് മേത്ത് റൂബിയ. അപ്പൊ അർജുൻ വഴിയിൽ 100 രൂപ കണ്ടു. ഇതിൽ ഏതിലേക്ക് ചേർക്കണം? ഇതിലേക്ക് ചേർക്കണം. ഇവിടെ ആരാ? അവൻ സ്കൂളിൽ പോകുന്നുണ്ട് അല്ലേ? അപ്പൊ നമ്മളെ ഈ ഒന്ന് നമ്മൾ ഇവിടെ എഴുതണം കേട്ടോ. ഈ സെന്റൻസ് മുഴുവൻ ഇവിടെ എഴുതണം. അഹദ അർജുൻ റൂബിയ. അർജുൻ റൂപിയ എടുത്തു. അതേതാ? 2 അല്ലേ? അപ്പൊ നമുക്ക് എഴുതാം. പിന്നെ അഴുത്ത അർജുന റൂബിയ ലിൽ മുദരിസ്. അതാണ് 3. ഈ 3 എവിടെ എഴുതണം? അർജുൻ അധ്യാപകൻ പൈസ കൊടുത്തു അല്ലേ? ഏതായിരിക്കും? ഇവിടെ എഴുതണം. പിന്നെ 4 വജദ അർജുൻ ഫി ത്വരീഖ് മിയത്ത് റൂബി. 100 രൂപ കണ്ടു അല്ലേ? 4 ഇവിടെ. അപ്പൊ ഈ നമ്പറിൽ വാക്കുകള് മക്കൾ ഇവിടെ ആയിട്ട് എഴുതും. ഓക്കെ, സിമ്പിൾ അല്ലേ? അവസാനം ഹന്ന മുദരിസ് അർജുൻ ബി സിദ്ഖിഹി. അധ്യാപകൻ എന്താണ്? നമ്മുടെ അർജുനെ അഭിനന്ദിച്ചു. ഇവിടെ മാ ഇസ്മുൽ വലത്. ഇവിടെ പറഞ്ഞ കുട്ടിയുടെ പേരെന്താണ്? ആരാണ്? അർജുൻ അല്ലേ? അപ്പൊ നമ്മളിവിടെ എന്ത് എഴുതണം? അർജുൻ എഴുതണം. ഓക്കെ,
മാതാ വജദ അർജുൻ ഫി ത്വരീഖ്, വഴിയിൽ എന്താണ് അർജുൻ കണ്ടത്? എന്താ കണ്ടത്? മിയത്തു റൂബിയ അല്ലെ. അപ്പൊ മിയത്തു റൂബിയ എന്നിവിടെ എഴുതുന്നു. മിയത്തു റൂബിയ. ഓക്കെ, അതാണ്. ഇനി മൂന്നാമത്തെ പ്രവർത്തനം നിക്കുമിൽ ഉഖൂദ റഖ്മൻ വ ഹർഫൻ. ഇവിടെ നമ്പേഴ്സ് പൂരിപ്പിക്കാനാണ് അല്ലെ. ഇവിടെ ഏതാണ് ആദ്യം? 10 ഉണ്ട് അല്ലെ. 10 നമ്മൾ എങ്ങനെ എഴുതണം? 10 എങ്ങനെ എഴുതണം? ആഷറ അല്ലെ. ആഷറ, ആഷറ എന്ന് എഴുതണം. അത് ഇവിടെ എഴുതുന്നുണ്ട് കേട്ടോ, സാറ് ഇവിടെ എഴുതുന്നുണ്ട് ആഷറ. പിന്നെ ഇഷ്റൂനിലെ ഇഷ്റൂൻ ഇവിടെ എത്ര വരണം? 20. 20 അല്ലെ. സലാസൂൻ ഇവിടെ എന്ത് എഴുതണം? സലാസൂൻ 30 അല്ലെ. അർബഊൻ 40 കുത്തിടണം. പിന്നെ ഹംസൂൻ 50. സിത്തൂൻ സിത്തൂൻ ഇങ്ങനെ ഇടണം അല്ലെ. പിന്നെ സബഊൻ എങ്ങനെ ഇടണം? ഇങ്ങനെ. ഓക്കെ, സിമ്പിൾ അല്ലേ? വളരെ സിമ്പിളായി എഴുതാവുന്നു അല്ലെ. അടുത്ത പ്രവർത്തനം ഹിവാർ പൂർത്തിയാക്കണം. അപ്പൊ വാപ്പയും മോനും മാജിദും തമ്മിലാണ് ഹിവാർ. എന്താ അവര് സംസാരിച്ച് നമുക്ക് നോക്കാം. അപ്പൊ അബ് നമുക്ക് എന്ത് പറയാം? സബാഹൽ ഖൈർന്നോ അസ്സലാമു അലൈക്കും എന്ത് വേണമെങ്കിൽ എഴുതാം അല്ലെ. നമുക്ക് അസ്സലാമു അലൈക്കും എഴുതാം. അസ്സലാമു അലൈക്കും. അപ്പൊ വഅലൈക്കും അസ്സലാം എന്ന് എഴുതി. അന അദ്ഹബ്, എവിടേക്കാ പോകുന്നത്? അല്ല, അന അദ്ഹബ് ഞാൻ പോവുകയാണ്. അപ്പൊ വാജിദ് ചോദിച്ചു ഇലാ ഐൻ അല്ലെ. ഈ വാക്ക് 1 അത് മക്കൾ ഇവിടെ എഴുതണം. അപ്പം അത് വാപ്പ പറഞ്ഞ ഇല സൂഖ്, അങ്ങാടിക്കാ പോകുന്നത്. മാതാ തുരി, നിനക്ക് എന്താ വേണ്ടത്? മാജിദ് പറഞ്ഞു ഉരീദു അഷറത്ത് ദഫാത്ത്, എനിക്ക് 10 നോട്ട് ബുക്ക് വേണം. അഷറത്തു ദഫാത്ത് 10 നോട്ട് ബുക്കോ? എന്തിനാണത്? ലിമ അല്ലെ. എന്തിനാണ്? ലിമ ലി സിത്തുൻ വലി സ്വദീഖി 4, എനിക്ക് 6, എന്റെ കൂട്ടുകാർക്ക് 4. ലൈസ ഇൻദഹു അഫ്സർ, അവനെ നോട്ട് ബുക്ക് ഇല്ല. അപ്പൊ എന്ത് പറഞ്ഞു? അഹ്സൻത അല്ലെ. അഹ്സൻത 3 ഇവിടെ എഴുതുന്നു. യാബുനെ മോനെ മിടുക്ക. അമലുൻ റായ, ഗുഡ് ജോബ് അല്ലെ. ഗുഡ് ജോബ് 4ാമത്തെ, ഈ 4 അല്ലെ. ഇനി ഇവിടെ മാജിദ് എന്ന് പറയപ്പോ മാജിദ് ശുക്രൻ, നന്ദിയുണ്ട് കേട്ടോ എന്ന് പറഞ്ഞു. ഓക്കെ, ഇനി 5ാമത്തെ പ്രവർത്തനം നഖറഉൽ അബയാത് വ നക്തുബുൽ കലിമാത്തുൽ മുനാസിബ. ഇവിടെയുള്ള വരികൾ വായിച്ചിട്ട് വാക്കുകൾ എഴുതണം അല്ലേ. ഇവിടെ ആരാണിത്? ഇതാരാണ്? സിഞ്ചാബ് അല്ലേ. എവിടെ സിഞ്ചാബ്? ഇതേ വാക്കിയിരിക്കുന്നു സിഞ്ചാബ്. മക്കളിവിടെ സിഞ്ചാബിന് എഴുതാം നമുക്ക്. പിന്നെ ഇനി എന്താണ്? ഇതെന്ത് മരമാണ്? ഫനസ് അല്ലെ. ഫനസ് എന്ന് ഇവിടെ ഉണ്ട്. അൽഫനസ്. ഫനസിന്റെ മരം അല്ലേ. അപ്പൊ ഷജറത്തുൽ ഫനസ് എന്ന് പറയണം. അങ്ങനെയല്ലേ പറയണ്ടേ? ഷജറത്തുൽ ഫനസ് കേട്ടോ. ചക്ക മാത്രമാണെങ്കിൽ നമ്മൾ എന്ത് പറയണം? അൽ ഫനസ്. അൽ ഫനസ്. പിന്നെ ഇതാരാണ്? കിർദ്. ഇവിടെ കിർദില്ലേ. അൽ കിർദ്. കിർദ്. ഓക്കെ, സിമ്പിൾ. എന്താണ് ഇനി ഇവിടെ വേറെ തെങ്ങുണ്ടല്ലേ. തെങ്ങ്. പിന്നെ ഇതിന് നമ്മൾ മൊത്തത്തിൽ എന്താ പറയാ? ബുസ്താൻ എന്നല്ലേ. അപ്പൊ നമുക്കിവിടെ ബുസ്താൻ എഴുതാം. ഓക്കെ, സിമ്പിൾ. ഇത്രയാണ് എഴുതേണ്ടത്. അല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ മുകൾ ഈ പ്രവർത്തനം ഇതിന് താഴെയുള്ളത് ഏതെങ്കിലും ഒന്ന് എഴുതിയാൽ മതി. നഖറഉൽ അബയാത് വ നഖ്താറുൽ കലിമാത്തുൽ മുസജ്ജ. ഇതിലെ റൈമിംഗ് വേർഡ്സ് എഴുതാനാണ് അല്ലേ. റൈമിംഗ് വേർഡ്സ് എന്താ? സാഇദി സാഇദി യാ ഖുറമ, സാഇദി യാ ഖുറമ,
ഉൻസുർ ഉൻസുർ യാ സുമല, ഉൻസുർ വലതൻ യാ സുമല, ഇർഹം ഇർഹം യാ റുഹമ, ഇർഹം തൈറൻ യാ റുഹമ, അത്ഇം യാ ഫുദല, അത്ഇം കിത്തൻ യാ ഫുദല, അബേദ് അബേദ് യാ ഹുക്കമ, അബേദ് കദിബൻ യാ ഹുക്കമ. ഏതൊക്കെ അറിയും വേർഡ്സ്? ഏതൊക്കെയാണ്? ഇവിടെ ഉണ്ടല്ലോ കുറെ വാക്കുകൾ. ഇതാ ഖുറമാ അല്ലെ, സുമലാ, റുഹമാ, ഫുദലാ, ഹുക്കമാ. ഈ വാക്കുകൾ മക്കള് 1 2 3 4 5 1 2 3 4 5 5 ഇവിടെ എഴുതണം. ഇവിടെ എഴുതണം, ഇവിടെ എഴുതും. ഓക്കെ, മക്കളുടെ പ്രവർത്തനങ്ങൾ ഇത്രയാണ്. മക്കള് വീഡിയോ ഇഷ്ടമായെങ്കിൽ കൂട്ടുകാർക്ക് സുഹൃത്തുക്കൾക്ക് അയച്ചു കൊടുക്കണം കേട്ടോ. ക്ലാസ് ഗ്രൂപ്പിലേക്ക് അയക്കണം. ഓക്കെ, വീണ്ടും കാണാം. താങ്ക് യു.